4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ലാസ് മന്ത്രി നയിക്കുന്ന ഓറിയന്റേഷൻ ക്ലാസ് നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അവഗണിച്ചാണ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ ഉത്തരവ്. ജനം ബ്രേക്കിംഗ്. വിരളമായ ശാലിനി ശരിയാണ്. ശാലിനി, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അതിന്മേലുള്ളൊരു കടന്നുകയറ്റം എന്ന രീതിയിൽ വേണ്ട ഇതിനെ വ്യാഖ്യാനിക്കാൻ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ ശക്തമാകുന്നതിന് എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? സുരേഷ്, 4 വർഷ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കാൻ ഉള്ള നടപടികൾ സർക്കാർ തലത്തിൽ നടക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ചില മേഖലയിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ചില വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു ഓറിയന്റേഷൻ ക്ലാസ്സിനുള്ള നടപടി മന്ത്രി നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ അറിവോടെ തന്നെയാണ്. ആ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിലാണ്: ഈ മാസം 28 മുതൽ 28-ന് 2 മണി മുതൽ 4 മണി വരെയാണ് കോളേജിലെ, അതായത് കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും മുഴുവൻ യൂണിവേഴ്സിറ്റികളിലെയും അധ്യാപകരും വകുപ്പ് തലവന്മാരും ഉൾപ്പെടെയുള്ളവർക്ക് റെഗുലർ ക്ലാസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് അവധി നൽകിക്കൊണ്ട് മന്ത്രിയുടെ ഒരു ഓൺലൈൻ ഓറിയന്റേഷൻ ക്ലാസ് നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഒരുപാട് ക്ലാസുകൾ പഠനമൊക്കെ പൂർത്തിയാക്കേണ്ട വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ അടക്കം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രി തിരക്കിട്ട് സർവകലാശാല ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് സംബന്ധിച്ച ഉത്തരവ്, സർക്കാർ തലത്തിൽ നിന്നുള്ള ഉത്തരവ് ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാർ നിർദ്ദേശം കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ സംസ്കൃതം, മലയാളം സർവകലാശാലകളുടെ രജിസ്ട്രാർമാർക്കും നൽകിയിട്ടുമുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടത് സിൻഡിക്കേറ്റുകളാണ്. ഒപ്പം തന്നെ ഇടതുപക്ഷവുമായി ഇഷ്ടമുള്ള, താല്പര്യമുള്ള രജിസ്ട്രാർമാരാണ് പല സർവകലാശാലകളിലുമുള്ളത്. സ്വാഭാവികമായും മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ തന്നെയായിരിക്കും ഇവർ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ക്ലാസ് സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് ബന്ധപ്പെട്ട സർവകലാശാലകൾക്ക് നൽകണമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് നോക്കിയതിന് ശേഷമായിരിക്കും എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നടപടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിൽ ധൃതി പിടിച്ചുകൊണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യം പൊതുവായി വിവിധ വിദ്യാഭ്യാസ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ മന്ത്രി നടത്തുന്ന ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതായത് മുൻപ് ഇത്തരത്തിലുള്ള നടപടികൾ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതായത് മുൻ മന്ത്രി KT ജലീൽ സർവകലാശാലകളിൽ ഒരു അദാലത്ത് നടത്താനുള്ള നിർദ്ദേശം മുൻപ് നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദവും വിമർശനവുമായ സാഹചര്യം കൂടിയുണ്ട്. അത് മറികടന്നുകൊണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് മന്ത്രിയും ഇത്തരത്തിലൊരു അസംബന്ധമായ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ചട്ടവിരുദ്ധ ഉത്തരവ് മുൻ NTU പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇപ്പോൾ ചട്ടവിരുദ്ധമായ ഒരു ഇടപെടലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. 4 വർഷം ബിരുദമാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ സ്വയംഭരണ അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അതായത് ഈ മന്ത്രി നയിക്കുന്ന ഓറിയന്റേഷൻ ക്ലാസ് നൽകാനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ വിഷയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മൂല്യവത്തായ വിലപ്പെട്ട പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. UGCയുടെ സഹകരണത്തോടുകൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിൽ 4 വർഷ ബിരുദമാക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി അധ്യാപകരിൽ മാറേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന തരിപ്പണമായി കിടക്കുന്ന സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നു. അതേപോലെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ കിട്ടാതെയാകുന്നു. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന തരിപ്പണമായി അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൂത്തരങ്ങായി മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിലുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ അതിന്റെ ഡയറക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നൽകേണ്ടത് UGCയും അതുപോലുള്ള ഏജൻസികളാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ ഞാനാണ് ഇതിന്റെ എല്ലാം ആൾക്കാർ, അല്ലെങ്കിൽ എനിക്കാണ് ഇതിന്റെ എല്ലാം അവകാശം എന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം ഒരു ക്ലാസ് കൊടുക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന കാര്യം തർക്കമൊന്നുമില്ല. കാരണം അതിന്റെ ഉദ്ദേശം അതാണ് മനസ്സിലാവാത്തത്. ഇതിൽ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ആ പരിഷ്കാരത്തിന് ആവശ്യമായ അധ്യാപകർക്കുള്ള ട്രെയിനിങ്,
അത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. ആ മാനദണ്ഡം അനുസരിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഞാനാണ് ഇതിന്റെ എല്ലാം ആള് എന്ന രീതിയിൽ ഒരു ക്ലാസ് കൊടുക്കുന്നതിൽ യുക്തി എന്താണ്? മാത്രമല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത്തരത്തിലൊരു ക്ലാസ് കൊടുക്കാൻ എന്താ അവകാശമുള്ളത്? കേരളവർമ്മ കോളേജിലെ ചട്ടവിരുദ്ധമായി പ്രിൻസിപ്പൽ പദവിയിലേക്ക് ഉയർത്താൻ പരിശ്രമിച്ച ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളും അധ്യാപകർക്ക് ട്രെയിനിങ്ങും കൊടുക്കുമ്പോൾ UGC മാനദണ്ഡം അനുസരിച്ചും അതുപോലെ തന്നെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചുമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചട്ടവിരുദ്ധമാണ്. അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് അധ്യാപക സമൂഹം അതിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നന്ദി ശ്രീ ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും ശാലിനി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് UGC മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ UGC ആണ് ഇത്തരം ക്ലാസ്സുകൾ നടത്താൻ മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എടുക്കുന്നു. ഇതൊക്കെയും ചട്ടവിരുദ്ധമാണ്, ഞാനാണ് ഇതിൻ്റെ മേലധികാരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നീക്കം, ഒരു രാഷ്ട്രീയ നീക്കം. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രതിഷേധവും ശക്തമാകുന്നത്, അല്ലേ? സുരേഷ്, അത് തന്നെയാണ്. അതായത് ബിരുദ കോഴ്സുകൾ ഓരോ സർവകലാശാലയ്ക്കും വ്യത്യസ്തമാണ് എന്ന ജനാധിപത്യ സങ്കല്പം പോലും മറികടന്നുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിലൂടെ ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെയും ഒപ്പം തന്നെ സർവകലാശാല ചട്ടങ്ങളെയും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത്തരത്തിൽ സർവകലാശാലകളുടെ അക്കാദമിക കാര്യങ്ങളിൽ സർക്കാരോ മന്ത്രിമാരോ ഇടപെടരുത് എന്നുള്ള കൃത്യമായ ചട്ടം നിലനിൽക്കെയാണ് മന്ത്രി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കണ്ണൂർ സർവകലാശാല VC-യുടെ നിയമനവും ഇതുമൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളിൽ എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. സർക്കാരോ മന്ത്രിമാരോ സർവകലാശാലകളുടെ ചട്ടങ്ങളിൽ കയറി ഇടപെടരുത്, അവിടുത്തെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പാടെ അവഗണിക്കുന്നത്. ഇവിടെയാണ് 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ലാസ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.